വെൽക്കം ടു എജു വാലി. നമ്മൾ ഇന്ന് എക്സലിലെ സെൽ റെഫറൻസ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗമാണ്, ഈ ഒരു ചെറിയൊരു പോർഷൻ മാത്രമാണ് ഇന്ന് നോക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ഒരു കണക്റ്റിംഗ് വീഡിയോ ഉണ്ട്. എക്സലിൻ്റെ ബേസിക് ഫാക്റ്റുകൾ ഏതൊക്കെയാണെന്ന് പറയുന്നത് ആ ഒരു ക്ലാസ്സിൻ്റെ ലിങ്ക് ഞാൻ അവസാനം കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം, ആവശ്യമുള്ളവർക്ക് പോയി കാണാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സെൽ റെഫറൻസ് എന്താണ് എന്നാണ് പഠിക്കുന്നത്. അപ്പോൾ എന്താണ് സെൽ റെഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സെല്ലിനെ റെഫറൻസ് ചെയ്യുക അല്ലേ. ഒരു വർക്ക്ഷീറ്റിനകത്ത് സെല്ല് എങ്ങനെയാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത് എന്നാണ് സെൽ റെഫറൻസ് എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്തറിയണം? സെൽ എന്താണെന്നറിയണം അല്ലേ. സോ എന്താ സെൽ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ ഇന്റർസെക്ഷൻ ഓഫ് റോ ആൻഡ് കോളം ആണ് അല്ലേ. നമുക്കറിയാം എക്സലിൻ്റെ വർക്ക്ഷീറ്റിനെ ഇങ്ങനെ ഒരു ടേബിൾ കണക്കാണ് സ്പ്ലിറ്റ് ചെയ്തേക്കുന്നത്. വരികളും നിരകളും ഉണ്ട്. അതിനകത്ത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുക? റോ എന്ന് പറയുക. വെർട്ടിക്കൽ ലൈൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? കോളം എന്ന് പറയുക. അപ്പോൾ ഈ കോളവും റോയും ചേർന്നുണ്ടാകുന്ന ആ ചെറിയൊരു ഏരിയ ആണ്, അല്ലെങ്കിൽ ആ ചെറിയൊരു സ്പേസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? സെൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഇസ് ദ ഇന്റർസെക്ഷൻ ഓഫ് റോ ആൻഡ് കോളം എന്ന് നമുക്ക് പറയാം. ഇനി ഇത്തരത്തിലുള്ള അതാണ് ഒരു സെല്ല്. അങ്ങനെയുള്ള ഒന്നിലധികം സെല്ലിന്റെ ഗ്രൂപ്പുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുക, അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് മൾട്ടിപ്പിൾ സെൽ ആണ് എന്ത്? റേഞ്ച്. അപ്പൊ സെൽ റേഞ്ച് എന്താണ്? കളക്ഷൻ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് സെൽ എന്ന് പറയാം. എന്താണ് സെല്ല്? ഇറ്റ് ഇസ് ദ ഇന്റർസെക്ഷൻ ഓഫ് റോ ആൻഡ് കോളം. എന്താണ് റോ? ഹൊറിസോണ്ടൽ ലൈൻസ് ആണ്. കോളമോ? വെർട്ടിക്കൽ ലൈൻസ് ആണ്. ഓക്കെ, വെർട്ടിക്കൽ ഗ്രിഡ്, അതുപോലെ തന്നെ എന്താണ് ഹൊറിസോണ്ടൽ ഗ്രിഡ് എന്നുള്ളത് ഓർക്കുക. ഇനി റോയിനെ, എക്സലിനകത്ത് റോയിനെ എങ്ങനെയാണ്? നമ്പർ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത് അല്ലേ. 1 മുതൽ 10,48,576 റോസ് ആണ് നമുക്കുള്ളത്. അപ്പം മൊത്തം എത്രയാണ്? 10,48,576 റോസ് ആണ് ഉള്ളത്. ഇനി കോളം ആണെങ്കിൽ കോളം എങ്ങനെയാണ്? ആൽഫബറ്റ് വെച്ചിട്ടാണ്, ABCD വെച്ചിട്ടാണ് എഴുതിയേക്കണത് അല്ലേ. അപ്പോൾ A മുതൽ XFD വരെയുള്ള കോളമാണ് നമുക്കുള്ളത്. മൊത്തം എത്ര എണ്ണം ഉണ്ട്? 16,384 കോളമാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ വാല്യൂസ് ഓർത്തിരിക്കുക. ഇനി സെൽ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ ഇന്റർസെക്ഷൻ ഓഫ് റോ ആൻഡ് കോളം എന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ സെല്ലിന്റെ അഡ്രസ്സ് എങ്ങനെയാണ് ലേബൽ ചെയ്യുന്നത്? ആദ്യം കോളം നെയിം എഴുതും, അത് കഴിഞ്ഞിട്ട് എന്തെഴുതും? റോ നെയിം എഴുതും. ഇങ്ങനെയാണ് സെല്ലിന്റെ അഡ്രസ്സ് എഴുതുന്നത്. ഓക്കെ, ഇനി സെല്ലിന്റെ അഡ്രസ്സ് എവിടെയാണ് കാണാൻ പറ്റുക? നെയിം ബോക്സിലാണ് കാണാൻ പറ്റുക. നമ്മളുടെ റിബണിന് താഴെ ഒരു ഫോർമുല ബാർ ഉണ്ട്. ആ ഫോർമുല ബാറിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നെയിം ബോക്സ് ഉള്ളത്. അതിനകത്താണ് സെല്ലിന്റെ അഡ്രസ്സ് അല്ലെങ്കിൽ ഒരു സെല്ലിന് കൊടുത്തിട്ടുള്ള പേരെന്താണോ അസൈൻഡ് നെയിം അത് കാണാനായിട്ട് പറ്റുക. അപ്പോൾ സെല്ലിന്റെ ബേസിക് കാര്യങ്ങളാണ് പറഞ്ഞത്, എന്താണ് സെല്ല് എന്നുള്ളതൊക്കെ. ഇനി സെൽ റെഫറൻസിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് സെൽ റെഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർക്ക്ഷീറ്റിനകത്ത് എങ്ങനെയാണ് ഒരു സെല്ലിനെ മെൻഷൻ ചെയ്തിട്ടുള്ളത്, റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് സെൽ റെഫറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 3 തരത്തിലുള്ള സെൽ റെഫറൻസ് ആണ് നമുക്കുള്ളത്: റിലേറ്റീവ്, അബ്സല്യൂട്ട് ആൻഡ് മിക്സ്ഡ്. ഓക്കെ, 3 തരത്തിലുള്ളതാണ് ഉള്ളത്. റിലേറ്റീവ്, അബ്സല്യൂട്ട്, മിക്സ്ഡ് എന്നുള്ളതാണ്. ഇനി അത് ഓരോന്നും എന്താണെന്ന് പഠിക്കാം. ആദ്യത്തേതാണ് റിലേറ്റീവ് റെഫറൻസ്. റിലേറ്റീവ് റെഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മാറുന്നതിനനുസരിച്ച് മാറും. തൊട്ടടുത്ത ആൾ എങ്ങനെയാണോ അത് മാറിക്കൊണ്ടിരിക്കുന്നത് അതിനനുസരിച്ച് മാറാൻ കഴിയുന്ന തരത്തിലുള്ള റെഫറൻസ് ആണ് റിലേറ്റീവ്. ഒന്നിനോട് മാച്ച് ചെയ്യുന്ന തരത്തിൽ റിലേറ്റീവ് റെഫറൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. എക്സലിന്റെ ഡീഫോൾട്ട് റെഫറൻസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? എക്സലിന്റെ ഡീഫോൾട്ട് റെഫറൻസ് വന്നിട്ട് ഏതാണ്? റിലേറ്റീവ് റെഫറൻസ് ആണ് ഡീഫോൾട്ട് റെഫറൻസ്. ഇതെന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഫോർമുലയിലെ ഒരു ഫംഗ്ഷനിലൊക്കെ നമ്മളൊരു സെല്ല് കോപ്പി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഒന്നിലധികം സെല്ലുകൾ ഇങ്ങനെ കോപ്പി ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ റോ ബേസ് ആണോ കോളം ബേസ് ആണോ നമ്മൾ സെലക്ട് ചെയ്യുന്നത് എന്നനുസരിച്ചിട്ട് അതിൻ്റെ സെൽ അഡ്രസ്സ് അറ്റൈൻ ചെയ്തോളും. നമ്മളായിട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ട, ഓട്ടോമാറ്റിക്കലി അതങ്ങനെ ഒന്നിനോട് മാച്ച് ആവുന്ന രീതിയിൽ മാറിക്കോളും. സെല്ല് എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് എന്നനുസരിച്ചിട്ട്, റോ വൈസ് ആണോ നമ്മൾ പോകുന്നത് കോളം വൈസ് ആണോ പോകുന്നത് എന്ന് നോക്കിയിട്ട് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആയിക്കോളും. അതാണ് റിലേറ്റീവ് റെഫറൻസ് എന്ന് പറയുന്നത്. അതാണ് ഡീഫോൾട്ട് റെഫറൻസ് എക്സലിനകത്തെ. ഇനി അടുത്തതാണ് അബ്സല്യൂട്ട് റെഫറൻസ്. അബ്സല്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സലിനകത്തെ അർത്ഥം വരുന്നത് കോൺസ്റ്റന്റ് എന്നാണ്. ഒരു സെല്ലിനെ കോൺസ്റ്റന്റ് ആക്കുക എന്നുള്ളതാണ് അബ്സല്യൂട്ട് റെഫറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അബ്സല്യൂട്ട് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് റെഫറൻസ് എന്നുള്ളത് വേറൊരു പേരാണ്. സെല്ലിനെ കോൺസ്റ്റന്റ് ആക്കാണ്, ആ സെൽ അഡ്രസ്സ് ലോക്ക് ചെയ്യുന്നത് പോലെയാണ്. അപ്പൊ അങ്ങനെ ഒരു സെല്ലിനെ അബ്സല്യൂട്ട് ആക്കാനായിട്ട്, കോൺസ്റ്റന്റ് ആക്കാനായിട്ട് നമ്മൾ ഡോളർ സൈൻ ആണ് ഉപയോഗിക്കുക. അബ്സല്യൂട്ട് റെഫറൻസിൽ ഉപയോഗിക്കുന്നത് ഏതാണെന്ന് ചോദ്യങ്ങളുണ്ട്.
ഏതാണ് ഡോളർ സൈൻ ആണ് ഉപയോഗിക്കുന്നത്. ഇനി ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഒരു സെല്ലിനെ കോൺസ്റ്റന്റ് ആക്കണം എന്നുണ്ടെങ്കിൽ, ഒരു എൻറ്റയർ സെല്ലിനെ കോൺസ്റ്റന്റ് ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു സെല്ലിന്റെ പേര് കൊടുക്കുന്ന അതിന്റെ കോളം നെയിമും റോ നെയിമും വെച്ചിട്ടാണ്. അപ്പൊ A1 എന്ന് എഴുതിയേക്കുന്നത് ഒരു സെല്ലാണ്. എ എന്ന് പറയുന്ന കോളവും 1 എന്ന് പറയുന്ന റോയും കൂടെ ചേർന്നുണ്ടാകുന്നതാണ് A1 എന്ന് പറയുന്ന സെല്ല്. ഈ A1 എന്ന് പറയുന്ന സെല്ലിനെ നമ്മൾ കോൺസ്റ്റന്റ് ആക്കണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ കോൺസ്റ്റന്റ് ആക്കണം? ഒരു സെല്ല് കോൺസ്റ്റന്റ് ആവണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ കോൺസ്റ്റന്റ് ആവണം? റോ കോൺസ്റ്റന്റ് ആയിരിക്കണം, അതുപോലെ തന്നെ കോളവും കോൺസ്റ്റന്റ് ആയിരിക്കണം. ഇപ്പൊ റോ കോൺസ്റ്റന്റ് ആവണം എന്നുണ്ടെങ്കിൽ എന്താണോ കോൺസ്റ്റന്റ് ആക്കേണ്ടത് അതിന്റെ മുൻപിലാണ് നമ്മൾ ഡോളർ സൈൻ കൊടുക്കുക. ഓക്കെ, ഏതിനെയാണോ കോൺസ്റ്റന്റ് ആക്കേണ്ടത് അതിന്റെ മുമ്പിലാണ് കൊടുക്കുക. അപ്പൊ നമുക്ക് ഇവിടെ കോളത്തിനെ കോൺസ്റ്റന്റ് ആക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഡോളർ സൈൻ കൊടുക്കണം. ഇനി റോയിനെയും നമുക്ക് കോൺസ്റ്റന്റ് ആക്കണം, എന്നാലാണ് ആ സെല്ല് കോൺസ്റ്റന്റ് ആവുള്ളൂ അല്ലേ. അപ്പൊ റോയിനെ കോൺസ്റ്റന്റ് ആക്കാനായിട്ട് റോയുടെ ഫ്രണ്ടിലായിട്ട് എന്ത് ചേർക്കണം? റോ നമ്പറിന്റെ ഫ്രണ്ടിലായിട്ട് നമ്മൾ എന്ത് ചേർക്കണം? ഡോളർ സൈൻ ചേർക്കണം. ഇത്തരത്തില് കോളവും റോയും കോൺസ്റ്റന്റ് ആയാൽ മാത്രമാണ് ഒരു സെല്ല് അബ്സല്യൂട്ട് സെല്ലാവുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്തത് പഠിക്കുന്നത് കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് ഞാനിവിടെ ക്ലിയർ ആയിട്ട് പറയുന്നത്. ഡോളർ സൈൻ ആണ് നമ്മൾ ഇവിടെ ഒരു സെല്ലിനെ കോൺസ്റ്റന്റ് ആക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഒരു സെല്ല് കോൺസ്റ്റന്റ് ആവണമെന്നുണ്ടെങ്കിൽ അതിന്റെ റോയും കോൺസ്റ്റന്റ് ആയിരിക്കണം, കോളവും കോൺസ്റ്റന്റ് ആയിരിക്കണം. എന്തിനെയാണോ നമ്മൾ കോൺസ്റ്റന്റ് ആക്കാനായിട്ട് പോകുന്നത് അതിന്റെ മുമ്പിലാണ് ഡോളർ സൈൻ കൊടുക്കുക. അപ്പൊ ഇവിടെ സെൽ എന്ന് പറയുമ്പോൾ റോയും കോൺസ്റ്റന്റ് ആണ്, കോളവും കോൺസ്റ്റന്റ് ആണ്. അപ്പൊ രണ്ടിന്റെയും ഫ്രണ്ടിൽ എന്ത് കൊടുക്കണം? ഡോളർ സൈൻ കൊടുക്കണം. ഓക്കെ, ഇനി അടുത്തതാണ് മിക്സഡ് റെഫറൻസ്. എക്സലിനകത്ത് മൂന്നാമതായിട്ടുള്ള റെഫറൻസ് ആണ് മിക്സഡ് റെഫറൻസ്. മിക്സഡ് റെഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോത്ത് റിലേറ്റീവ് റെഫറൻസിന്റെയും അബ്സല്യൂട്ട് റെഫറൻസിന്റെയും എന്താണ്? കോമ്പിനേഷൻ ആണ്. റിലേറ്റീവിന്റെയും അബ്സല്യൂട്ടിന്റെയും കോമ്പിനേഷൻ ആണ് മിക്സഡ് റെഫറൻസ്. ഇത് ഐദർ നമുക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് റോയിനെ കോൺസ്റ്റന്റ് ആക്കാം, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? കോളത്തിനെ കോൺസ്റ്റന്റ് ആക്കാം. ക്ലിയർ? അപ്പൊ റോയിനെ കോൺസ്റ്റന്റ് ആക്കണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ കോളാണ് പറയണത്. ഓക്കെ, കോളത്തിനെ കോൺസ്റ്റന്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, എന്തിനെയാണോ നമ്മൾ കോൺസ്റ്റന്റ് ആക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ മുൻപിലാണ് ഡോളർ സൈൻ കൊടുക്കേണ്ടത് അല്ലെ. എന്തിനെയാണോ കോൺസ്റ്റന്റ് ആക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ മുൻപിലാണ് ഡോളർ സൈൻ കൊടുക്കേണ്ടത്. അപ്പൊ കോളമാണ് കോൺസ്റ്റന്റ് ആക്കേണ്ടത് എന്നുണ്ടെങ്കിൽ കോളമാണ് കോൺസ്റ്റന്റ് ആക്കേണ്ടത് എന്നുണ്ടെങ്കിൽ കോളത്തിൽ ലേബൽ ചെയ്തിട്ടുള്ളത് ആൽഫബറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ A1 എന്ന് പറയുന്ന ഈ സെല്ലാണ് ഞാനിവിടെ എക്സാമ്പിൾ ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പൊ A1 എന്ന് പറയുന്ന സെല്ലിന്റെ കോളം അഡ്രസ്സിങ് ഏതാണ്? A ആണ്. അപ്പൊ എയുടെ ഫ്രണ്ടിൽ എന്ത് വേണം? ഡോളർ സൈൻ വേണം. അപ്പൊ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്താണ്? ആ ഒരു സെല്ലിന്റെ കോളം കോൺസ്റ്റന്റ് ആണ്, റോ ചേഞ്ച് ചെയ്യും. ക്ലിയർ? കോളം കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും, റോ ഇതിപ്പം നമ്മളൊരു ഇക്വേഷനിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് വരിക. ഡോളർ സൈൻ A1 എന്നുള്ളത് നമ്മളൊരു ഫോർമുലയിൽ എടുത്തു എന്നുണ്ടെങ്കിൽ അടുത്തത് വരുമ്പോൾ ഡോളർ സൈൻ A2 ആവും, ഡോളർ സൈൻ A3 ആവും. ഇങ്ങനെ മാറും. കോളം മാറത്തില്ല, റോ ഇന്റർചേഞ്ച് ആയിട്ട് വരും അടുത്തടുത്തത് വെക്കുമ്പോൾ. ഇനി അടുത്തതാണ് റോയിനെ കോൺസ്റ്റന്റ് ആക്കുക. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതിനെയാണോ കോൺസ്റ്റന്റ് ആക്കണത് അതിന് മുമ്പിൽ ഡോളർ സൈൻ ചേർക്കണം. അപ്പോൾ റോ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഒന്നിന് മുമ്പിലാണ് ഡോളർ സൈൻ കൊടുക്കുക. അപ്പം നമ്മൾ ഈക്വൽ ടു എ ഡോളർ സൈൻ 1 എന്നാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എ ചേഞ്ച് ചെയ്യാം, ABC എന്നിങ്ങനെ മാറി വരാം. ഈ 1 എന്തായിരിക്കും? റോ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പം നമ്മൾ ഒരു ഇക്വേഷനിൽ വരികയാണെന്നുണ്ടെങ്കിൽ എ ഡോളർ സൈൻ 1 കൊടുത്തു, പിന്നെ എപ്പോഴെങ്കിലും ആവശ്യമായിട്ട് വരുമ്പം അതെങ്ങനെ വരും? ബി ഡോളർ സൈൻ 1 എന്ന് വരും, സി ഡോളർ സൈൻ 1 എന്ന് വരും. ഇങ്ങനെയാണിത് മാറുക. ആ ഒരു റോ കോൺസ്റ്റന്റ് ആയിരിക്കും, കോളം എന്താണ്? മാറും. ക്ലിയർ? അപ്പോൾ എന്തിനെയാണോ കോൺസ്റ്റന്റ് ആക്കേണ്ടത് അതിന് മുമ്പിലാണ് അബ്സല്യൂട്ട് സിമ്പിൾ കൊടുക്കേണ്ടത്. അബ്സല്യൂട്ട് സിമ്പിൾ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ഡോളർ സൈൻ ആണ്. അപ്പോൾ സെൽ റെഫറൻസ് എന്തൊക്കെയാണെന്നാണ് പഠിച്ചത്. 3 തരത്തിലുള്ള സെൽ റെഫറൻസ് ആണ് ഉള്ളത്. ഏതൊക്കെയാണ്? റിലേറ്റീവ് റെഫറൻസ്, അബ്സല്യൂട്ട് റെഫറൻസ്, അതുപോലെ തന്നെ മിക്സഡ് റെഫറൻസ്. റിലേറ്റീവ് റെഫറൻസ് എന്ന് പറയുന്നത് ഡീഫോൾട്ട് ആണ്, ഒന്ന് മാറുന്നതിനനുസരിച്ച് മാറുന്നതാണ്. സാധാരണ നമ്മൾ കോപ്പി ചെയ്യുന്ന സമയത്ത് അടുത്തടുത്ത കണ്ടന്റ് ഓട്ടോമാറ്റിക്കലി സെറ്റ് ആക്കി കിട്ടുന്നത്. അബ്സല്യൂട്ട് എന്ന് പറയുന്നത് സെല്ലിനെ കോൺസ്റ്റന്റ് ആക്കുകയാണ് അല്ലേ, സെൽ കോൺസ്റ്റന്റ് ആണ് എന്നുള്ളത് ഓർക്കണം. മിക്സഡ് റെഫറൻസ് എന്ന് പറയുന്നത് റിലേറ്റീവിന്റെയും അബ്സല്യൂട്ടിന്റെയും കോമ്പിനേഷൻ ആണ്. ഇവിടെ നമുക്ക് ഐദർ റോയിനെയോ അല്ലെങ്കിൽ കോളത്തിനെ ഏതെങ്കിലും ഒന്നിനെയാണ് എന്താക്കാൻ പറ്റുക? കോൺസ്റ്റന്റ് ആക്കാൻ പറ്റുക. എന്നാലാണ് അതിനെ മിക്സഡ് റെഫറൻസ് എന്ന് പറയുക. അതായത് അബ്സല്യൂട്ടിന്റെ സിമ്പിളും ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. ഓക്കെ, കോൺസ്റ്റന്റ് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അബ്സല്യൂട്ട് റെഫറൻസ് ആണ്. അത് എൻറ്റയർ ആ ഒരു വർക്ക്ഷീറ്റിനകത്ത് അതിന്റെ വാല്യൂ മാറത്തില്ല.
വെബ്സല്യൂട്ട് റെഫറൻസിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഡോളർ സൈൻ ആണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ഈ സ്ക്രീനിൽ കാണിച്ചിരുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. ഫൈൻ, താങ്ക് യു.